അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലെവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 227 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാർക്കുള്ള കത്തുകൾ 3 ഭാഗം ആണ് ഇന്ന് പറയാനുള്ളത്. പേർഷ്യൻ രാജാവ് കോസ്റോസിനയച്ച കത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അങ്ങനെ മറ്റൊരു കത്ത് പേർഷ്യൻ രാജാവായ കോസ്റോസിനുള്ളതായിരുന്നു. ആ കത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദിൽ നിന്ന് പേർഷ്യൻ ചക്രവർത്തി കോസ്റോസിന്. സന്മാർഗം പിന്തുടർന്നവർക്ക് സമാധാനം. അതായത് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും ഏകനായ അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവൻ. നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മാനവതയ്ക്ക് ആകമാനം അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനും അവിശ്വാസികൾക്ക് ശിക്ഷയുടെ വാക്യം സത്യമായി പുലരുവാൻ വേണ്ടിയും. അതിനാൽ ഇസ്ലാം സ്വീകരിച്ച് രക്ഷപ്പെടുക. വിസമ്മതിക്കുകയാണെങ്കിൽ മജൂസി, അതായത് അഗ്നിപൂജകരുടെ ശിക്ഷ കൂടി താങ്കൾ ചുമക്കേണ്ടി വരും. അങ്ങനെ ഈ കത്തുമായി അബ്ദുല്ലാഹിബിന് ഹുദാഫ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. ഇദ്ദേഹം കത്ത് ബഹ്റൈൻ രാജാവിന് സമർപ്പിച്ചു. പിന്നീട് കത്ത് ബഹ്റൈൻ രാജാവിൻ്റെ പ്രതിനിധി എത്തിക്കുകയാണോ അതോ അബ്ദുള്ള തന്നെ നേരിട്ട് ഏൽപ്പിക്കുകയാണോ ചെയ്തതിന് കൂടുതൽ വിവരങ്ങളില്ല എന്നാണ്. അങ്ങനെ കത്ത് കൈപ്പറ്റിയ രാജാവ് അത് പിച്ചു ചീന്തി കളയാണ്. എന്നിട്ട് പറയാണ്, നിസ്സാരനായ ഒരു അടിമ നമ്മുടെ നാമത്തിന് മുമ്പേ അവൻ്റെ പേര് കുറിക്കുകയോ? ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവൻ്റെ സാമ്രാജ്യം പിച്ചു ചീന്തട്ടെ. അത് അങ്ങനെ തന്നെ പിന്നീട് സംഭവിക്കുകയും ചെയ്യുകയാണ്. കോസ്റോസ് അവിടെ നിർത്തിയില്ല. അയാൾ യമനിലെ തൻ്റെ ഗവർണറായ ബാദാനെ എഴുതാണ്, ഹിജാസിലെ ആ മനുഷ്യനെ കെട്ടിക്കൊണ്ടുവരാൻ ശക്തരായ 2 പേരെ മദീനയിലേക്ക് അയക്കുക. അവർ അവനെ പിടിച്ചുകൊണ്ടുവരട്ടെ. ഇതിനായി ബാദാൻ 2 പേരെ തിരഞ്ഞെടുക്കാൻ. ഇതിൽ ഒന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതാനും കണക്കുകൂട്ടാനും അറിയുന്ന ബഹ്റുമാനബാന വഹിയും മറ്റൊന്ന് പേർഷ്യക്കാരനായ ഗർഗുസ്രുവുമായിരുന്നു. ഇവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് പറഞ്ഞു, രാജാതിരാജൻ കോസ്റോസിൻ്റെ നിർദ്ദേശാനുസരണം ബദാൻ ഞങ്ങളെ താങ്കളുടെ അടുത്തേക്ക് അയച്ചതാണ്, താങ്കളെയും കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത ദിവസം താനുമായി കാണുവാൻ അവരോട് ആജ്ഞാപിക്കുക. ഇതിനിടയ്ക്ക് കോസ്റോസിനെതിരെ അവിടെ അഭിതരകലം നടക്കുകയും തൻ്റെ മകൻ ഷീറവൈഹി അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം മകൻ അധികാരമേൽക്കുക. ഇത് അരങ്ങേറുന്നത് ഹിജ്റ 7-ാം വർഷം ജമാദുൽ ഊല 13-നാണ്. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുക. പിറ്റേന്ന് തന്നെ സമീപിച്ച 2 പേരോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാർത്ത പറയാണ്. അവർ ചോദിച്ചു, താങ്കൾ പറയുന്നതിൻ്റെ ഗൗരവം താങ്കൾക്കറിയുമോ? ഈ വിവരം ഞങ്ങൾ രാജാവിനോട് താങ്കൾ പറഞ്ഞതായി അറിയിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അറിയിക്കൂ. കൂടാതെ എൻ്റെ മതം കോസ്റോസിൻ്റെയും സ്ഥാനവും കീഴടക്കുമെന്ന് കൂടി അറിയിക്കുക. ഒട്ടകവും കുതിരയും കടന്നു ചെന്നിടത്തെല്ലാം ഈ മതവും എത്തും എന്നുള്ളതും നിങ്ങൾ അവനോട് പറയുക. താങ്കൾ ഇസ്ലാം സ്വീകരിച്ചാൽ താങ്കളുടെ അധികാരത്തിന് കീഴിലുള്ളത് താങ്കളെ തന്നെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുമെന്ന് കൂടി പറയുക. ഇവർ തിരിച്ച് ബദാൻ്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് അല്പം കഴിയും മുമ്പേ കോസ്റോസിൻ്റെ വധവാർത്ത എത്തി. അപ്പോൾ കൂട്ടത്തിൽ മകൻ ഷീറവൈഹിയുടെ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു. പിതാവ് പിടിച്ചുകെട്ടാൻ നിർദ്ദേശിച്ച ആ മനുഷ്യൻ്റെ കാര്യത്തിൽ എൻ്റെ നിർദ്ദേശം വരുന്നതുവരെ ഒന്നും ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ ഈ സംഭവം ബദാൻ്റെ യമൻകാരുടെയും ഇസ്ലാം സ്വീകരണത്തിന് കാരണമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരാം. ഇത് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.